അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ആക്ച്വലി കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ സി പ്രോഗ്രാമിൻ്റെ അകത്തുള്ള കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ, അതായത് കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഉണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന്. അതായത് ബേസിക്കലി ഒരു കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, തീരുമാനങ്ങൾ എടുക്കുക. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റുകളെന്ന് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും +1 +2 ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇപ്പോൾ +1 +2 ഈ ഗ്രേഡ് സിസ്റ്റങ്ങളുണ്ടല്ലോ, അതായത് 90% മുകളിൽ മാർക്ക് കിട്ടുവാണെങ്കിൽ ബേസിക്കലി അത് A+, 80% മുകളിലാണെങ്കിൽ അത് A, അങ്ങനത്തെ തരത്തിലുള്ള ഒരു കാര്യങ്ങളുണ്ടല്ലോ, അത് ഈ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ആക്ച്വലി അത് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഒരു മാർക്ക് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ എന്തായിരിക്കും, അത് ബേസിക്കലി ഒരു A+ ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ മാർക്ക് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 80, അതുപോലെ തന്നെ ലെസ് ദാൻ എന്തായിരിക്കണം, മാർക്ക് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 90 ആണെങ്കിൽ ബേസിക്കലി എന്താണ്, അതൊരു A ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഈ ഒരു കാര്യമുണ്ടല്ലോ, ഇതാണ് അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് A+ ആണെന്ന് ഡിക്ലെയർ ചെയ്യണത്. അതുപോലെ തന്നെ ഈ ഒരു കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിലാണ് അത് A ആണെന്ന് ഡിക്ലെയർ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം നിർണ്ണയിക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയണ, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റുകളെന്ന് പറയുന്നത്, റൈറ്റ്. അപ്പോൾ നമ്മുടെ C എടുക്കുകയാണെങ്കിൽ ബേസിക്കലി അവിടെ എന്താണ് 4 കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഇതിൽ ഈ ഒന്നാമത്തെ തന്നെയാണ് ആക്ച്വലി 3 എണ്ണം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഈ ഒന്നാമത്തെ പഠിച്ചാൽ നമുക്ക് 3 എണ്ണം സുഖമായിട്ട് പഠിക്കാം. കാര്യം വളരെ ചെറിയ കോൺസെപ്റ്റുകളാണ്. നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് പഠിച്ചു പോകാനുള്ള ഒരു കാര്യമുള്ളൂ. അതിൽ സ്വിച്ച് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്, ബട്ട് അതും വളരെ എളുപ്പമാണ്. ഇതിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയാനായിട്ട് ഒന്നുമില്ല. അപ്പം നമുക്ക് ഒരു ഇഫിൻ്റെ അല്ലെങ്കിൽ ഇഫ് വെച്ചിട്ടുള്ള കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അതായത് ഇത് ഞാനിവിടെ എഴുതിയേക്കുന്നത് ഇഫ് വെച്ചിട്ടുള്ള കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എന്താണ്, ഒരു ഡയഗ്രാമാണ്. അതായത് ബേസിക്കലി ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ എന്താ ആക്ച്വലി സംഭവിക്കുന്നത്, അത് ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അഥവാ ശരിയാണെങ്കിൽ എന്ത് ചെയ്യണം, ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം, റൈറ്റ്. അപ്പോൾ ശരിയാണെങ്കിൽ എന്ത് ചെയ്യണം, ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. അത് ട്രൂ അല്ല, ഫോൾസ് ആണെങ്കിൽ ഒന്നും എക്സിക്യൂട്ട് ചെയ്യേണ്ട, ടെർമിനേറ്റ് ചെയ്യാം. അങ്ങനെയാണ് എന്ത് ചെയ്യുക, ഇഫ് വർക്ക് ചെയ്യുക. അതായത് ഇഫിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു അൽഗോരിതമിക് പാർട്ടാണ് ഇവിടെ പറയുന്നത്. ഇഫ് എന്ന് എഴുതണം, എന്നിട്ട് അതിൻ്റെ നമ്മൾ എന്തോ കണ്ടീഷൻ കൊടുക്കും. ഈ കണ്ടീഷൻ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരു സംഖ്യ നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുക, ഒരു സംഖ്യ പോസിറ്റീവ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യും, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇഫ് എന്ന് പറയുന്ന കീവേഡ്, ഈ ഒരു കീവേഡ് ഉപയോഗിച്ച് നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. ചെക്ക് ചെയ്യുമ്പോൾ അത് ട്രൂ ആണെങ്കിൽ, പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് പോസിറ്റീവ് ആണെന്ന് എഴുതി കാണിക്കണം, റൈറ്റ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെയാണ് ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇഫ് എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ടുള്ള കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ഇഫ് എന്ന് പറഞ്ഞ കീവേഡ് എഴുതും, എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കണ്ടീഷൻ എഴുതും. അതിനുശേഷം ആ കണ്ടീഷൻ ട്രൂ ആകുകയാണെങ്കിൽ എന്ത് കാര്യമാണോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അത് നമ്മൾ ഇവിടെ എഴുതും. ഇപ്പോൾ ഞാൻ ഒരു സാമ്പിളിന് നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കാൻ പോവുകയാണ്. നമ്മൾ ആദ്യം ആക്ച്വലി ഇഫ് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചെക്ക് വെദർ എ നമ്പർ ഈസ് പോസിറ്റീവ്, ഇഫ് സോ പ്രിൻറ്റ് പോസിറ്റീവ് അല്ലേ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ എന്താ പറയുന്ന, ഒരു നമ്പർ ഉണ്ട് അല്ലേ. അപ്പോൾ ആ നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണം, പോസിറ്റീവ് എന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ എന്താ വന്നിരിക്കുന്നത്, പോസിറ്റീവ് ആണെങ്കിൽ പ്രിൻറ്റ് ചെയ്യുക. ഒരു നമ്പർ എപ്പോഴും പോസിറ്റീവ് ആവുന്നത് 0-നെക്കാട്ടും മുകളിലുള്ള നമ്പേഴ്സ്, 1 2 3 പോലുള്ള 0-നെക്കാട്ടും മുകളിലുള്ള നമ്പേഴ്സ് ആക്ച്വലി എന്തായിരിക്കും, പോസിറ്റീവ് നമ്പർ ആയിരിക്കും. സോ അതാണ് അവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് പോസിറ്റീവ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ച്വലി എന്താ ചെയ്യേണ്ടത്, നമ്മൾ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എഴുതുക. അപ്പോൾ ഞാൻ ആക്ച്വലി സ്ട്രക്ചർ എഴുതാൻ പോവാണ്. ഇൻക്ലൂഡ് stereo.h
എന്നിട്ട് ഞാൻ ആക്ച്വലി എന്താ ചെയ്യേണ്ടത്, ഒരു നമ്പർ, അതായത് ഞാൻ ആക്ച്വലി ഒരു നമ്പർ സ്റ്റോർ ചെയ്യാൻ പോവാണ്. എന്ന് പറഞ്ഞ വേരിയബിൾ, അത് 3 എന്ന് പറഞ്ഞ നമ്പർ സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനിയാണ് നമ്മൾ കണ്ടീഷൻ കൊടുക്കേണ്ടത്. കണ്ടീഷൻ എന്താണ്? 0-നെക്കാട്ടും വലുതാണോ ഈ ഒരു നമ്മിൻ്റെ അകത്തുള്ള വാല്യൂ എന്ന് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യണം. അത് ട്രൂ ആണെങ്കിൽ പോസിറ്റീവ് എന്ന് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഫിൻ്റെ അകത്ത് നമ്മ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണോ ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്തിട്ട് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? പ്രിൻറ്റ് പോസിറ്റീവ്. കാര്യം അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ട്രൂ ആണെങ്കിൽ, അതായത് 0 ഒരു പോസിറ്റീവ് ഡിജിറ്റ് ആണെങ്കിൽ പോസിറ്റീവ് എന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം അല്ലേ. അപ്പോൾ 0-നെക്കാട്ടും വലുതാണ് നമ്മിൻ്റെ അകത്തിരിക്കുന്ന ഡേറ്റ എങ്കിൽ അതെന്തായാലും പോസിറ്റീവ് ആയിരിക്കും അല്ലേ. ഇത് 0-നെക്കാട്ടും വലുതാണല്ലോ, സോ പോസിറ്റീവ്. അങ്ങനെ നിങ്ങൾക്ക് പോസിറ്റീവ് എന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതെന്ന് പറയുന്നത് ഒരു -3 ആക്കി നോക്കാം. ആക്ച്വലി -3 ആകുമ്പോൾ ഒന്നും സംഭവിക്കില്ല, ടെർമിനേറ്റ് ചെയ്ത് പോകത്തേ ഉള്ളൂ. ഈ ഒരു ഇഫ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി എന്ത് ചെയ്യാം, എന്തെന്ന് പറയുന്ന ഇഫ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ.